we have learned how to perform the operations of addition, subtraction, multiplication and division on numbers. Numbersൽ നമ്മൾ ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ഓപ്പറേഷൻസ് ആണ്, ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്പേഴ്സിൽ യൂസ് ചെയ്യണമെങ്കിൽ മിനിമം വി നീഡ് 2 numbers, 2 numbers എങ്കിലും വേണ്ടി വരും. ഓക്കെ, 2 numbers എടുത്തിട്ട് സപ്പോസ് ഐ എം ടേക്കിംഗ് 5 and 30. അവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ പ്ലസ് കൊടുക്കുമ്പോൾ വി ഗെറ്റ് അനദർ നമ്പർ ആണല്ലോ. അതേപോലെ 2 numbers എടുത്ത് സെക്കൻഡ് ഓപ്പറേഷൻ മൈനസ് കൊടുക്കുമ്പോഴും നമുക്ക് വേറൊരു നമ്പർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും വേറെ നമ്പർ കിട്ടും. ഡിവിഷൻ കൊടുക്കുമ്പോഴും നമുക്ക് വേറൊരു നമ്പർ കിട്ടും. അതുപോലെ തന്നെ സെറ്റുകളിലും ഇങ്ങനെ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ സെറ്റുകളിൽ ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വി നീഡ് മിനിമം 2 sets. സോ ആ ഓപ്പറേഷൻ നമ്മൾ 2 സെറ്റിൽ കൊടുക്കുമ്പോൾ വി ഗെറ്റ് അനദർ സെറ്റ്, എ ന്യൂ സെറ്റ്. ഓക്കെ, ബട്ട് നമുക്ക് സെറ്റുകളിലുള്ള ഓപ്പറേഷൻസ് ഇങ്ങനെ പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്നല്ല. അവിടെ നമുക്കുള്ള ഓപ്പറേഷൻസ് ആണ് യൂണിയൻ ഓഫ് സെറ്റ്സ്, intersection of sets, difference of sets. In this section, we study these operations on sets to construct new sets from the given ones and examine their properties. So, operations on sets ile first operation aanid union of sets. അപ്പോൾ പറഞ്ഞിരുന്നു ഈ ഓപ്പറേഷൻസ് സെറ്റുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 2 സെറ്റുകളെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. So here let us consider 2 sets A and B. A is equal to 1, 2, 3, 4 and let B is equal to 3, 4, 5, 6, 7. So നമ്മൾ ഈ 2 സെറ്റുകളെയും കമ്പൈൻ ചെയ്തിട്ട് വേറൊരു സെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ കമ്പൈൻ ചെയ്യുന്ന ഓപ്പറേഷനാണ് യൂണിയൻ. ഓക്കെ, അപ്പം ഞാൻ ഈ 2 സെറ്റുകളെയും കൂടെ കൂട്ടിയിട്ട് ഇതിലെ 2ലെയും എലമെന്റ്സിനെ കൂട്ടിയിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ദാറ്റ്സ് ന്യൂ സെറ്റ് വി ക്യാൻ ഡിനോട്ട് ബൈ സി. ഞാൻ ഈ 2 സെറ്റിലെ എലമെന്റ്സിനെ ജോയിൻ ചെയ്യും, ഒരുമിച്ച് എഴുതുന്നു. സോ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എല്ലാം എഴുതി 1, 2, 3, 4. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സിനെ എല്ലാം എഴുതണം. സോ 3ഉം 4ഉം ഓൾറെഡി എഴുതി കഴിഞ്ഞു. സോ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല നമ്മൾ. സോ ബാക്കി എന്ത് എഴുതിയാൽ മതി? 5, 6, 7. So here this set C is called union of sets A and B. So what do you mean by union of sets then? The union of 2 sets A and B is the set consisting of all elements which are either in set A or B or in both. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ട്. സി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് എ ആൻഡ് ബി ആണ്. സോ യൂണിയൻ ഓഫ് എ ആൻഡ് ബിക്ക് നമ്മളൊരു സിമ്പിൾ യൂസ് ചെയ്യും. ആ സിമ്പിള് എയുടെയും ബിയുടെയും നടുവിലാണ് നമ്മൾ ആ സിമ്പിൾ കൊടുക്കുക. യു എന്ന സിമ്പിൾ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി റെഡ് ആസ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ കണ്ടത്? എയിലെ എലമെന്റ്സ് 1, 2, 3, 4ഉം യൂണിയൻ എടുക്കുമ്പോൾ ആ എലമെന്റ്സ് വരും. അതുപോലെ ബിയിലെ എലമെന്റ്സും വരും. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ്. ഈ സെറ്റിലെ ഏത് എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ എലമെന്റ് ഒന്നുകിൽ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. സോ അതാണ് യൂണിയൻ ഓഫ് സെറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സ് എക്സ് എന്നെടുത്താൽ എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിൽ ഉണ്ടാകും ഓർ അല്ലെങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാകും. ഇവിടെ നമുക്കൊരു എലമെന്റ് എടുക്കാം, 1 എടുക്കാം. നിങ്ങൾക്ക് കാണാം 1 എയിലാണോ ഉള്ളത് ബിയിലാണോ ഉള്ളത്? 1 എയിലാണ് ഉള്ളത്. 6 എടുത്താലോ 6 ബിയിലാണ് ഉള്ളത്. 3 എടുത്താലോ 3 എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. സോ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the set consisting of all elements which are either in set A or in set B or in both. Let's define union of sets.
Let A and B be any two sets. The union of A and B is the set which consists of all the elements of A and all the elements of B, the common elements being taken only once. രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എലമെന്റ്സ് എഴുതാറില്ല. സോ കോമൺ എലമെന്റ്സിന് ഒരു തവണ മാത്രം എഴുതിയാൽ മതി. The symbol U is used to denote the union. Symbolically, we write A union B. ഇങ്ങനെയാണ് വായിക്കുന്നത്. A U B എന്ന് വായിക്കാറില്ല. A union B എന്ന് തന്നെ വായിക്കണം. And usually read as A union B. Okay? A union B is equal to, ഈ definition നിങ്ങൾ പഠിച്ചു വെക്കണം. X such that X belongs to A or, ഇത് ഓർത്താൽ മതി. ഓർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിന്റെ കേസിൽ ഓർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? യു എന്ന സിമ്പിളാണ്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. നൗ ലെറ്റ്സ് ഡ്രോ ദ വെൻ ഡയഗ്രം ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം വരയ്ക്കും. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ റഫായിട്ട് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കണം. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ എ ഏതാണ് ബി ഏതാണ് എലമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, അതിന് നമ്മൾ യു എന്ന് കൊടുത്തു. നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് വരയ്ക്കാം. എയ്ക്കും ബിക്കും, എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ ദിസ് സെറ്റ് ഈസ് എ, ദിസ് സെറ്റ് ഈസ് ബി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റ്സും വരും, ബിയിലെ എല്ലാ എലമെന്റ്സും വരും. സോ നമുക്ക് ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും വരും, ബിയിലെ എല്ലാ എലമെന്റ്സും വരും. സോ ദിസ് ഇസ് ദ വെൻ ഡയഗ്രം ഓഫ് എ യൂണിയൻ ബി. Example 12, page number 40. Let A is equal to 2, 4, 6, 8 and B is equal to 6, 8, 10, 12. Find A union B. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. We need to write A union B. So A union B എഴുതുമ്പോൾ എന്താണ്? എയിലെ എല്ലാ എലമെന്റ്സും എഴുതണം, ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എയിലെ എലമെന്റ്സ് എഴുതാം. 2, 4, 6, 8. റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ആണെങ്കിൽ എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6ഉം 8ഉം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ ബാക്കിയുള്ളത് 10ഉം 12ഉം. സോ ദിസ് ഇസ് എ യൂണിയൻ ബി. എക്സാമ്പിൾ 13, പേജ് നമ്പർ 14. ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു ആൻഡ് ബി ഇസ് ഈക്വൽ ടു എ ഐ യു. ഷോ ദാറ്റ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ. സോ നമുക്ക് എ ദ സെറ്റ് എ ഇ ഐ ഒ യു, ബി എ ഐ യു. First, let us write A union B. So, what do you get? A ile ella elements ezhudhanam, B ile ella elements ezhudhanam. So, A, E, I, O, U. B ile elements A already ezhudi kazhinju, I already ezhudi kazhinju, U already ezhudi kazhinju. So, A union B is equal to A തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്തത്? ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. വേർ ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ വരുന്നത്? എ. ഒരു സെറ്റ് എ എന്ന് പറഞ്ഞ സൂപ്പർ സെറ്റ് ആണ് ഇവിടെ ആണല്ലോ. ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഈസ് സൂപ്പർ സെറ്റ് ഓഫ് ബി. സോ എ യൂണിയൻ ബിയിൽ എന്താണ് വരിക? സൂപ്പർ സെറ്റ് ആണ് എ യൂണിയൻ ബി ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ 14, പേജ് നമ്പർ 14. Let X equal to the set, the elements are Ram, Geeta and Akbar, be the set of students of class 11th who are in school hockey team. Let Y is equal to Geeta, David and Ashok, be the set of students from class 11th who are in school football team. Find X union Y and interpret the set. So here we have the set X is equal to, the elements of this set are Ram, Geeta, Akbar. Okay, and next Y is another set. Adile elements Geeta, David and Ashok. Okay, we need to write X union Y. X union Y എന്ന് പറഞ്ഞാൽ എന്താണ്?
എക്സിലെ എലമെന്റ്സ് എല്ലാം വരണം, വൈയിലെ എലമെന്റ്സ് എല്ലാം വരണം. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ് യൂണിയൻ വൈയിലെ എലമെന്റ്സ് എല്ലാം ഒന്നുകിൽ എക്സിലെ ആയിരിക്കണം, അല്ലെങ്കിൽ വൈയിലെ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടിലെയും ആയിരിക്കണം. ഓക്കെ, സോ അതിലേതൊക്കെ വരും? ഫസ്റ്റ് സെറ്റ് എക്സിലെ എലമെന്റ്സ് റാം, ഗീത, അക്ബർ. സെക്കൻഡ് സെറ്റ് വൈയിലെ എലമെന്റ്സ് ഗീത, അത് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. സോ രണ്ടാമത്തത് ഡേവിഡ്, ദെൻ അശോക്. സോ ഇതാണ് എക്സ് യൂണിയൻ വൈ. ഇവിടെ എക്സ് യൂണിയൻ വൈ കണ്ടുപിടിച്ചിട്ട് ആ സെറ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എക്സ് യൂണിയൻ വൈനെ എങ്ങനെ പറയാം? എക്സ് യൂണിയൻ വൈ ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 11 who are in the hockey team or the football team or both. Okay. Exercise 1.4 question number 1. Find the union of each of the following pairs of sets. So first pair la namukku rendu set thannittund, x um y. We need to write x union y. Okay. X set is set 1 3 5, y set is set 1 2 3. So let us write x union y. So x union y la x le elements ellam varum, y le elements ellam varum. Okay. So x le elements 1 3 5. Y le elements 1 already എഴുതിയതാണ്, 2 ഉണ്ട്, 3 already എഴുതി. So x union y is equal to 1 3 5 2. Okay. രണ്ടാമത്തെ pairs of sets A elements A E I O U, B elements A B C. We need to write union of these two sets, that is A union B. A union B എന്ന് പറഞ്ഞാൽ A ലെ എലമെന്റ്സ് വരണം, B ലെ എലമെന്റ്സും വരണം. സോ A ലെ എലമെന്റ്സ് A E I O U. എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. സോ B ലെ നോക്കുക, അത് ഓൾറെഡി നമ്മൾ എഴുതിയിരുന്നു A. സെക്കൻഡ് ഇസ് B ആൻഡ് ദെൻ C. സോ A യൂണിയൻ B ഈസ് ഈക്വൽ ടു A E I O U B C. നിങ്ങൾക്ക് കാണാം A യൂണിയൻ B ലെ എലമെന്റ്സ് ഒന്നുകിൽ A യിലെ ആയിരിക്കും, അല്ലെങ്കിൽ B യിലെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടിലെയും എലമെന്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് പെയർസ് ഓഫ് സെറ്റ്സ്, ആ രണ്ട് സെറ്റുകളും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് A is x such that x is a natural number and multiple of 3. B, x is x such that x is a natural number less than 6. ഓക്കെ, അപ്പൊ നമുക്ക് A എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാം. ആദ്യം എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് A യൂണിയൻ B കാണാം. ഓക്കെ, സോ എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ വരിക? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്, അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഏതൊക്കെയാണ്? 3 6 9 12 അങ്ങനെ നീണ്ടുപോകും. സോ നമ്മൾ എക്സെട്ര എന്ന് 3 ഡോട്ട് ഇടാം. ഓക്കെ, ബി എന്ന് പറഞ്ഞ സെറ്റ് ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാളും താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? 1 2 3 4 5 വരെ. ഓക്കെ, ഇനി നമുക്ക് യൂണിയൻ ഓഫ് ദീസ് ടു സെറ്റ്സ് എഴുതണം. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥമാക്കുന്നത്? എയിലുള്ള എലമെന്റ്സും വരണം, ബിയിലുള്ള എലമെന്റ്സും വരണം. അതാണ് എ യൂണിയൻ ബി. സോ നമുക്ക് ബിയിലുള്ള എലമെന്റ്സ് ആദ്യം എഴുതാം, കാരണം ഇവിടെ എക്സെട്ര ആയിട്ട് പോവുകയാണ്. സോ 1 2 3 4 5. ഓക്കെ, ഇനി 3 ഓൾറെഡി എഴുതി, 6 എഴുതാം, പിന്നെ 9 12 അങ്ങനെ പോകും. ഓക്കെ, ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് എ യൂണിയൻ ബി. നെക്സ്റ്റ് പെയർസ് ഓഫ് സെറ്റ്സ് A, x such that x is a natural number and 1 less than x less than or equal to 6. B, x such that x is a natural number and 6 less than x less than 10. സോ ഇവിടെ രണ്ട് സെറ്റുകളും നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ ലെറ്റ് us write these two sets in roster form first. സോ എയിനെ ആദ്യം നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. എ എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സിന്റെ ഒക്കെ കോമൺ പ്രോപ്പർട്ടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. X is a natural number. The elements of the set A are natural numbers and that element is in between 1 and 6 including 6. 1 less than x less than or equal to 6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? x ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സിന്റെ വാല്യൂ 1നും 6നും ഇടയ്ക്കാണ്, അത് 6ഉം ആകാം. സോ 1 ആകില്ല. സോ 1 ആകാത്ത നാച്ചുറൽ നമ്പർ എന്നാൽ 1 കഴിഞ്ഞിട്ടുള്ള ഒന്നിനേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6ഉം വരാമെന്ന് ഇവിടെ കാണും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട്.
സോ എയിലെ എലമെന്റ്സ് 2, 3, 4, 5, 6 ആണ്. ഇനി നമുക്ക് ബിയിലെ എലമെന്റ്സ് എഴുതാം. ബിയിലെ എലമെന്റ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. അവിടെ തന്നിരിക്കുന്നത് എന്താ? ആ നാച്ചുറൽ നമ്പേഴ്സ് 6നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 6ഉം ആകാൻ പാടില്ല, 10ഉം ആകാൻ പാടില്ല. കാരണം ഇവിടെ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഇല്ല. ഓക്കെ, അപ്പൊ 6നും 10നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7, 8, 9. Now we can write A union B. എയിലും ഉള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. സോ എയിലെ എലമെന്റ്സ് 2, 3, 4, 5, 6. ബിയിലെ എലമെന്റ്സ് 7, 8, 9. സോ നമുക്ക് എ യൂണിയൻ ബി കിട്ടി. ഇതാണ് എ യൂണിയൻ ബി. അഞ്ചാമത്തെ പെയർസ് എ 1, 2, 3. ബി ഒരു എം ടി സെറ്റാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ആണ്. സോ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലൊരു എലമെന്റ്സും ഇല്ല. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് എഴുതുന്നത് എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എയിലെ എലമെന്റ്സും ആയിരിക്കണം, ബിയിലെയും എലമെന്റ്സ് ആയിരിക്കണം. സോ ആദ്യം എയിലെ എലമെന്റ്സ് എഴുതാം. 1, 2, 3. ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ബിയിൽ ഒരു എലമെന്റ് പോലും ഇല്ല. ബിക്കോസ് ബി ഈസ് എം ടി സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1, 2, 3. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ എം ടി സെറ്റ് ആണ്. ബിക്ക് പകരം എം ടി സെറ്റ് കൊടുക്കാം. സോ എ യൂണിയൻ എം ടി സെറ്റ് എന്തായിരിക്കും? എപ്പോഴും എ ആയിരിക്കും. Exercise 1.4 question number 4. If A is equal to 1, 2, 3, 4, B is equal to 3, 4, 5, 6, C is equal to 5, 6, 7, 8 and D is equal to 7, 8, 9, 10. Find A union B, A union C, B union C, B union D, A union B union C, A union B union D, B union C union D. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 4 സെറ്റുകൾ തന്നിട്ടുണ്ട്, എയും ബിയും സിയും ടിയും. സോ 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തത്, സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരുമിച്ച് ഒന്നും കൂടെ എഴുതിയെടുക്കാം. എ എന്ന് പറയുന്നത് സെറ്റിലെ എലമെന്റ്സ് 1, 2, 3, 4 ആണ്. സോ എക്ക് പകരം ഞാൻ ആ സെറ്റ് എഴുതി. യൂണിയൻ ബിക്ക് പകരം ആ സെറ്റ് എഴുതാം. 3, 4, 5, 6. സോ എ യൂണിയൻ ബിയുടെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? ഈ 2 സെറ്റിലുള്ള എലമെന്റ്സ് എഴുതണം. സോ 1, 2, 3, 4 ഒന്നാമത്തെ സെറ്റിൽ എലമെന്റ്സ് എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റിൽ എലമെന്റ്സ് എഴുതാം. അവിടെ 3ഉം 4ഉം ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. സോ ഇനി എഴുതണ്ട. ബാക്കിയുള്ളത് 5ഉം 6ഉം. സോ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. അടുത്തതായിട്ട് കാണാൻ പറഞ്ഞത് എ യൂണിയൻ സി ആണ്. സോ എ സെറ്റ് 1, 2, 3, 4 ആണ്. യൂണിയൻ സി തന്നിരിക്കുന്നത് 5, 6, 7, 8 ആണ്. ഓക്കെ, സോ എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഈ 2 സെറ്റിലുള്ള എലമെന്റ്സ് ആണ് എ യൂണിയൻ സിയിൽ വരിക. 1, 2, 3, 4 എ എന്ന സെറ്റിൽ എലമെന്റ്സ് എഴുതി. ഇനി ബി സി എന്ന സെറ്റിൽ എലമെന്റ്സ് എഴുതാം. 5, 6, 7, 8. സോ ദിസ് ഇസ് എ യൂണിയൻ സി. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ബി യൂണിയൻ സി വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ബി യൂണിയൻ സി. ബി 3, 4, 5, 6 ആണ്. സി തന്നിരിക്കുന്നത് 5, 6, 7, 8 ആണ്. ഓക്കെ, സോ ബി യൂണിയൻ സി എന്താ വരിക? 3, 4, 5, 6. അപ്പോൾ 5, 6 രണ്ടാമത്തെ സെറ്റിലുണ്ട്. അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. സോ എന്തെഴുതിയാൽ മതി? 7ഉം 8. സോ ദിസ് ഇസ് ബി യൂണിയൻ സി. നെക്സ്റ്റ് ഫോർത്ത് വൺ. ദിസ് ഇസ് തേർഡ് വൺ. നെക്സ്റ്റ് ഇസ് ഫോർത്ത് വൺ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബി യൂണിയൻ ഡി ആണ്. സോ റൈറ്റ് ദ ഫസ്റ്റ് സെറ്റ് B 3, 4, 5, 6 union, that operation, and next set is D. The elements of D are 7, 8, 9, 10. So what is B union D? B union D consists of all elements of B and all elements of D. Okay, so what do you have? 3, 4, 5, 6. ഇനി ഡിയിലെ എലമെന്റ്സ് 7, 8, 9, 10. ശ്രദ്ധിക്കണം, സെറ്റിലെ എലമെന്റ്സ് എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്. സോ ദിസ് ഇസ് ബി യൂണിയൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി യൂണിയൻ സി. സോ സെറ്റ് എ is 1, 2, 3, 4. Union. Set B is 3, 4, 5, 6. Union. Set C is 5, 6, 7, 8. സോ ഈ 3 സെറ്റുകളുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ 3 സെറ്റിലുള്ള എലമെന്റ്സ് ആയിരിക്കണം എ യൂണിയൻ ബി യൂണിയൻ സിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ ഒന്നാമത്തെ സെറ്റിലെ എലമെന്റ്സ് 1, 2, 3, 4.
രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സിൽ 3ഉം 4ഉം ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. സോ വീണ്ടും ഉള്ളത് 5ഉം 6ഉം ആണ്. മൂന്നാമത്തെ സെറ്റ് എടുക്കുമ്പോൾ 5ഉം 6ഉം എഴുതി കഴിഞ്ഞു. സോ ബാക്കി 7, 8. So A union B union C is equal to 1, 2, 3, 4, 5, 6, 7, 8. Okay. Now we have sixth one. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A union B union D ആണ്. ഓക്കെ, ഒരുമിച്ച് തന്നെ നമുക്ക് കാണാം. A union B കണ്ടിട്ട് അതിന്റെ യൂണിയൻ D ആയിട്ട് എടുത്താലും മതി. പക്ഷെ ഇവിടെ ഒരുമിച്ച് കാണുന്നത് തന്നെയാണ് എളുപ്പം. സോ A തന്നിരിക്കുന്നത് 1, 2, 3, 4 യൂണിയൻ B തന്നിരിക്കുന്നത് 3, 4, 5, 6 യൂണിയൻ D തന്നിരിക്കുന്നത് 7, 8, 9, 10. ഓക്കെ, അപ്പൊ നമുക്ക് A യൂണിയൻ B യൂണിയൻ D എഴുതുമ്പോൾ ഈ മൂന്ന് സെറ്റിലെയും എലമെന്റ്സ് എഴുതണം. സോ 1, 2, 3, 4 ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആൻഡ് സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സിൽ 3, 4 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ബാക്കിയുള്ള 5ഉം 6ഉം ആൻഡ് തേർഡ് സെറ്റിലെ എലമെന്റ്സ് 7, 8, 9, 10. So this is A union B union D. Now the seventh one, B union C union D. ഇത് മൂന്ന് സെറ്റും എഴുതിയിട്ട് യൂണിയൻ എടുക്കാം. അല്ല എങ്കിൽ B യൂണിയൻ C ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് തേർഡിൽ. അവിടെ നമുക്ക് B യൂണിയൻ C കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ B യൂണിയൻ Cക്ക് പകരം അത് എഴുതിയാലും മതി. 3, 4, 5, 6, 7, 8 യൂണിയൻ D എടുക്കാം. സോ വാട്ട് ഇസ് D? The set D is 7, 8, 9, 10. സോ ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3, 4, 5, 6, 7, 8 ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എഴുതി. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിയൻ കിട്ടുന്നത്. സോ 7, 8 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. സോ ബാക്കിയുള്ള 9ഉം 10. സോ ദിസ് ഈസ് B union C union D. Now we have some properties of the operation of union. Okay, the first property is commutative law. A union B is equal to B union A. ഇത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. രണ്ട് സെറ്റ് എടുക്കാം, എയും ബിയും. എ എടുക്കുന്നു 1, 2. ഓക്കെ, ബി എടുക്കുന്നു 3. ഓക്കെ, എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്ത് കിട്ടും? എയിലെ ബിയിലെ എലമെന്റ്സ്. വാട്ട് യു ഗെറ്റ്? 1, 2, 3. ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഇനി ബി യൂണിയൻ എ എടുക്കുന്നു. സോ നമുക്ക് ബി യൂണിയൻ എ എടുക്കുമ്പോൾ ആദ്യം ബിയിലെ എലമെന്റ്സ് എഴുതാം. 3, എയിലെ എലമെന്റ്സ് 1, 2. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇക്വേഷൻ 1ൽ റൈറ്റ് സൈഡിൽ നമുക്കുള്ളത് സെറ്റ് 1, 2, 3 ആണ്. ഇക്വേഷൻ 2ൽ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് സെറ്റ് 3, 1, 2 ആണ്. You can see that these two sets have exactly the same elements. സോ രണ്ട് സെറ്റുകളിൽ എ യൂണിയൻ ബി ഇസ് എഗെയിൻ എ സെറ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയും ബിയും സെറ്റുകളാണെങ്കിൽ എ യൂണിയൻ ബി ഇസ് എഗെയിൻ അനദർ സെറ്റ് ആണ്. സോ എ യൂണിയൻ ബി ഇസ് എ സെറ്റ്, ബി യൂണിയൻ എ ഇസ് എ സെറ്റ് ആൻഡ് എ യൂണിയൻ ബി ആൻഡ് ബി യൂണിയൻ എ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്. സോ ഈ രണ്ട് സെറ്റുകൾ എന്താണ്? ഈക്വൽ ആണ്. സോ ഫ്രം 1 and 2 എന്ന് എഴുതിയാൽ മതി. ഫ്രം 1 and 2 A union B is equal to B union A. So ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? Union of sets is commutative. Commutative law satisfy ചെയ്യുന്നതാണ് union of sets. That is A union B is equal to B union A. അടുത്ത property associative law. For any three sets A, B, C, A union B union C is equal to A union B union C. ഇത് നമുക്ക് എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. മൂന്ന് സെറ്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. എ നമുക്ക് 1, 2 എടുക്കാം, ബി നമുക്ക് 3 എടുക്കാം, സി നമുക്ക് 4, 5 എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കുക, രണ്ടും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് എഴുതുകയാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി. സോ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ വേണം ആദ്യം ചെയ്യാൻ. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, എയും ബിയും യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 2, 3 എന്നാണ് കിട്ടുക. എയിൽ എലമെന്റ്സ് 1ഉം 2, ബിയിൽ എലമെന്റ്സ് 3. സോ ടോട്ടൽ വി ഹാവ് ദ സെറ്റ് എ യൂണിയൻ ബി ഇസ് 1, 2, 3. യൂണിയൻ സി, ദ എലമെന്റ്സ് ഓഫ് സി ആർ 4, 5. സോ ഇത് രണ്ടും, ഈ രണ്ട് സെറ്റ് യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5 എന്ന് കിട്ടും. സോ ദിസ് ഇസ് എ യൂണിയൻ ബി
യൂണിയൻ സി ആണ്. ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ കണ്ടുപിടിച്ചു. നൗ ലെറ്റ് us ഫൈൻഡ് റൈറ്റ് സൈഡ്. എ യൂണിയൻ ബി യൂണിയൻ സി. സോ എ എന്താണ്? 1 2 ആണ്. നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യണം. യൂണിയൻ ബി യൂണിയൻ സി ചെയ്യും. ബി യൂണിയൻ സി. സോ വാട്ട് യു ഗെറ്റ്? 3 4 5. ഓക്കെ, ഇനി ഈ രണ്ട് സെറ്റും യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 5 എന്ന് കിട്ടും. ദിസ് ഇസ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. Now look at these two equations 1 and 2. Right sides of these two equations are same. Okay, first equation right side ലുള്ള elements എന്തൊക്കെയാണ്? 1 2 3 4 5 തന്നെ. Second equation right side ലുള്ള elements സെറ്റിലെ elements ഏതൊക്കെയാണ്? 1 2 3 4 5 തന്നെ. So from 1 and 2 we can write from 1 and 2 A union B union C is equal to A union B union C. That is, associative law holds good for the operation union of sets. Okay, that is, union of sets is associative. Law of identity element. A union phi is equal to A. Law of identity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് നമ്മൾ എടുക്കും. ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി എടുത്തു, യൂണിയൻ. സോ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ കൂടെ ഏത് സെറ്റ് യൂണിയൻ ചെയ്യുമ്പോഴാണ് അതേ സെറ്റ് തന്നെ കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. അതേതാണോ വരിക ആ സെറ്റിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നമ്പേഴ്സിൽ അഡീഷൻ ഓപ്പറേഷൻ എടുക്കുന്നു. അഡീഷൻ, അപ്പം ഞാൻ ഇവിടെ ഒരു എലമെന്റ് എടുത്തു 2. 2ന്റെ കൂടെ ഓപ്പറേഷൻ പ്ലസ് ആണ്. ഏത് നമ്പർ കൂട്ടിയാലാണ് 2 തന്നെ കിട്ടുക? 0 കൂട്ടിയാലാണ് 2 കിട്ടുക. അപ്പം നമ്മൾ അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനിലെ ഐഡന്റിറ്റി 0 ആണെന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ 2 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തു. 2 എന്ന് പറഞ്ഞ എലമെന്റിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 തന്നെ കിട്ടുക? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. സോ നമ്മൾ പറയും മൾട്ടിപ്ലിക്കേഷനിൽ ഐഡന്റിറ്റി 1 ആണെന്ന്. അതേപോലെ ഇവിടെ നമ്മൾ കാണുന്നത് യൂണിയൻ എന്ന ഓപ്പറേഷനിലെ ഐഡന്റിറ്റി ആണ്. അതായത് എ ഒരു സെറ്റ് ആണെങ്കിൽ എനെ ഏത് സെറ്റുമായിട്ട് യൂണിയൻ ചെയ്യുമ്പോഴാണ് എ തന്നെ കിട്ടുന്നത്? എ യൂണിയൻ ഫൈ ആണ് എ. So phi is called the identity of union. Okay, law of identity element. So union എന്ന ഓപ്പറേഷന്റെ ഐഡന്റിറ്റി ആണ് phi. Okay, so ഈ റിസൾട്ട് ഓർത്ത് വെക്കണം. A union phi is equal to A. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിരുന്ന ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടതാണ് A union phi A ആണെന്ന്. അടുത്ത ലോയിലേക്ക് പോകാം, പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഐഡംപൊട്ടന്റ് ലോ. ദാറ്റ് ഈസ് A union A is equal to A. ഒരു സെറ്റിനെ 2 തവണ യൂണിയൻ ചെയ്യുമ്പോൾ, ഒരു സെറ്റിന് ആ സെറ്റിനോട് തന്നെ യൂണിയൻ ചെയ്യുമ്പോൾ അതേ സെറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഐഡംപൊട്ടന്റ് ലോ ആ ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന്. ദ കേസ് ഓഫ് സെറ്റ്സ് ദ ഓപ്പറേഷൻ യൂണിയൻ സാറ്റിസ്ഫൈസ് ഐഡംപൊട്ടന്റ് ലോ. ഏത് സെറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിലും ആ സെറ്റിനെ അതേ സെറ്റുമായിട്ട് യൂണിയൻ ചെയ്യുമ്പോൾ ആ സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. സോ എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ. അടുത്തത് ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. എ എന്ന് പറഞ്ഞ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റുമായി യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുകയുള്ളൂ? യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് കിട്ടുകയുള്ളൂ. ഇപ്പം ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട 2 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. എ യൂണിയൻ ഫൈ ഈസ് എ, എ യൂണിയൻ യു ഈസ് യു. ഇത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യത്തെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ എയും ഫൈയുമാണ് അതിലുള്ള എലമെന്റ്സ്. സോ ഈ 2 സെറ്റുകളിലും വലിയ സെറ്റ് ഏതാണ്? വലിയ സെറ്റ് മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് കൂടുതലുള്ള സെറ്റ് ഏതാണ്? ഫൈയിൽ ഒരു എലമെന്റും ഇല്ല. സോ എ ഒരു ഫൈ എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് അല്ല. സോ എന്ന് പറഞ്ഞാൽ എയിൽ ഒരു എലമെന്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. സോ എ യൂണിയൻ ഫൈയിൽ ഒരു നമ്പേഴ്സ് കൂടുതൽ, എലമെന്റ്സ് കൂടുതലുള്ള സെറ്റ് ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരും. എ യൂണിയൻ ഫൈ ഇസ് എ. അതേപോലെ എ യൂണിയൻ യു എടുക്കുന്നു. യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത എയുടെ യൂണിവേഴ്സൽ സെറ്റാണ്. സോ ഡെഫിനറ്റ്ലി എയിലെ എലമെന്റ്സിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ സെയിമോ ആയിരിക്കും യുയിലെ എലമെന്റ്സ്. സോ എ യൂണിയൻ യു എന്താണ് വരിക? യു ആണ്. വലിയ സെറ്റ് തന്നെയാണ് വരിക. അതേപോലെ നമ്മൾ കണ്ടിരുന്നു എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താ വരിക?
നമ്മൾ പ്രൂവ് ചെയ്തതാണ്, ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഇതേ കേസ് തന്നെയാണ് വരിക. എയിലെ എലമെന്റ്സ് ബിയിലെ എലമെന്റ്സിനേക്കാളും കുറവോ തുല്യമോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതാ വലിയ സെറ്റ് വരുന്നത്? ബി ആണ്. സോ ബി വരും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിയൻ എടുക്കുമ്പോൾ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ എടുക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ഫൈ, യു, അതേപോലെ സബ്സെറ്റ്, ഈ മൂന്ന് കേസിൽ മാത്രമാണ് അത്. അല്ല എങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനു മുമ്പുള്ള എക്സാമ്പിളിൽ കണ്ടതാണ്. ഏതെങ്കിലും രണ്ട് സെറ്റ് എടുത്തിട്ട് യൂണിയൻ ചെയ്യുമ്പോൾ അത് എയോ ബിയോ ആവാൻ സാധ്യതയില്ല. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി ഇസ് ബി. എ യൂണിയൻ യുയിലും എന്താണ് കാണുന്നത്? എ സബ്സെറ്റ് ഓഫ് യു ആണ്. എ യൂണിയൻ ഫൈൽ എന്താണ് കാണുന്നത്? ഫൈ സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ, അപ്പൊ ഏതാണോ സൂപ്പർ സെറ്റ് വരുന്നത് അതാണ് ആൻസർ ആയിട്ട് വരിക. സോ ഈ രീതിയിൽ ഒരു സ്റ്റഡി ടിപ്പ് തരുന്നു. അങ്ങനെ ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ എടുക്കാതെ തന്നെ എക്സാമിന് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സിൽ, യൂണിയൻ ഓഫ് സെറ്റ്സിൽ ഓർക്കേണ്ട 4-5 പോയിന്റ്സും കൂടി ഉണ്ട്. അതും കൂടെ നോക്കാം. എ ഈസ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. കാരണം നമുക്കറിയാം എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് ഒക്കെ എയിലുള്ള എലമെന്റ്സും ആയിരിക്കണം, ബിയിലെ എലമെന്റ്സും ആയിരിക്കണം. സോ എന്തായാലും എയിലെ ഏത് എലമെന്റ് എടുത്താലും അത് എ യൂണിയൻ ബിയിൽ ഉണ്ടാവും. സോ എ ഈസ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. അതേപോലെ ബി ഈസ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും. ഇനി ഇഫ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താ? വലിയ സെറ്റ്, സൂപ്പർ സെറ്റ് ഏതാണ് വരിക? അതാണ് വരിക. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ഇഫ് ബി ഈസ് ഈക്വൽ ടു എ, ബിയും എയും ഈക്വൽ ആണെങ്കിൽ ദെൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ എ തന്നെയാണ്. എ യൂണിയൻ എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഡംപൊട്ടന്റ് ലോ. ഓക്കെ, ഇനി ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ദെൻ എ ഈസ് സബ്സെറ്റ് ഓഫ് സി. ഇത് നമ്മൾ സബ്സെറ്റിന്റെ കേസിൽ പഠിച്ച റിസൾട്ടാണ്, ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 2. Let A is equal to set A comma B, B is equal to set A comma B comma C. Is A subset of B? What is A union B? ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ വി ഹാവ് ടു ആൻസർ ദീസ് 2 ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഞാൻ ഇതിന് 1 എന്നും ഇതിന് 2 എന്നും കൊടുക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. വി നീഡ് ടു ചെക്ക് വെദർ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം. സോ എയിൽ 2 എലമെന്റ്സേ ഉള്ളൂ, എയും ബിയും. ആ 2 എലമെന്റ്സും ബിയിലും ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് യെസ്, എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. നമുക്ക് റീസൺ കൂടി എഴുതാം. എവ്രി എലമെന്റ് ഓഫ് എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. എവ്രി എലമെന്റ് ഓഫ് എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബി എന്താണെന്ന്. സോ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടിയിട്ടുണ്ട്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താണ് വരിക? യൂണിയൻ എടുക്കുന്ന സമയത്ത് സൂപ്പർ സെറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സൂപ്പർ സെറ്റ് ഏതാണ് ഇവിടെ? ബി ആണ്. സോ വാട്ട് യു ഗെറ്റ്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി. ഈ റിസൾട്ട് ഓർമ്മയില്ലാത്തവർ സാധാരണ രീതിയിൽ തന്നെ എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. Exercise 1.4 question number 3. If A and B are two sets such that A subset of B, then what is A union B? A subset of B ആണെങ്കിൽ A union B എന്തായിരിക്കണം? സൂപ്പർ സെറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ എന്താ? B ആയിരിക്കും.